ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ക്വാഡ് കമ്പനി. ഇന്ന് ഞങ്ങളുടെ ബേബീസിന്റെ ഫസ്റ്റ് ഓണമാണ്. അപ്പൊ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. രാവിലെ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് റെഡി ആക്കിയേക്കുവാണ്. ഇനി ഫുഡ് കഴിക്കണം. ബേബീസിന് ആദ്യമായിട്ട് ഞങ്ങൾ വാഴയിലെ ഫുഡ് കൊടുക്കാൻ പോകുന്ന ചടങ്ങാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുട്ടന്മാരെല്ലാവരും റെഡി ആക്കണം. അപ്പം അവര് ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. കുട്ടി, എസ്രക്കുട്ടി, സാമു, നൊഹ, ഇത് എവിടെ പോയി കിടക്കുക? ഇണങ്ങിയോ അച്ചു? എന്റെ നോകപ്പാ മുത്ത് വായി കേറ്റുവോ നീ? ഇങ്ങോട്ട് കാണിക്കേ. ടോണിച്ചാച്ചൻ വന്നിട്ടുണ്ട്. ഹായ് നോറമണി, നമ്മള് മാത്രം മാമൻ കുടിച്ചില്ലല്ലോ. ഞങ്ങളുടെ ഓണത്തിന്റെ ഒരു തിരക്കും ഭാവങ്ങളൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാന് ഒരു ചെറിയ പൂക്കളം റെഡിയാക്കാന്ന് ഓർത്താണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ വാങ്ങാൻ ഇച്ചായൻ പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് വാടാമുല്ലയും ജമന്തിയും റോസാപ്പൂവും അങ്ങനെ അത്യാവശ്യം നമ്മുടെ കൊച്ചു പൂക്കളത്തിന് വേണ്ട പൂക്കളൊക്കെ ഇച്ചായൻ കളക്ട് ചെയ്ത് തിരിച്ചെത്തി. വന്നപ്പോ ഞങ്ങളുടെ ഗേൾസ് ഗാങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മുല്ലപ്പൂ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഇതിന്റെ ഇടയ്ക്ക് സുമാൻറ്റി അവിടെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് നിലമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പൂക്കളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് അത്തപ്പൂക്കളം റെഡിയാക്കാം. രാവിലെ തന്നെ ബേബീസിന്റെ കുളിപ്പീരും പാലൂടെയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷയില് സമയം വൈകിട്ടുണ്ട്. ഇനിയിപ്പം എന്തായാലും ഉച്ചക്കത്തെ സദ്യ ഉച്ചയ്ക്ക് തന്നെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. നമുക്ക് എന്താണേലും പൂക്കളം സെറ്റാക്കാം. ഇന്നിവിടെ 2 ഗസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. ഓണത്തിന്റെ വെക്കേഷൻ ആയപ്പോ തന്നെ അനീതി പാലായിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇവിടെ ഓണം ആഘോഷിക്കാനും ബേബീസിന്റെ കൂടെ കളിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ആന്റി എത്തിച്ചേർന്നിട്ടുണ്ട്. പൂക്കളം അരിയാൻ വേണ്ടിയിട്ട് ആന്റി ഇച്ചാനും കൂടെയാണ് ഇന്നിപ്പോ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഏത് രീതിയിലാണ് പൂക്കളം വരയ്ക്കുക എന്നുള്ള കാര്യം അനീതിമാർ 2 പേരും കൂടെ രാവിലെ തൊട്ട് പേപ്പറിൽ വരയ്ക്കുന്ന കണ്ടു. എന്താണേലും 2 പേരുടെയും പ്ലാൻ വെച്ചിട്ട് നിലത്ത് അവർ വരയ്ക്കാൻ തുടങ്ങി. നല്ല അത്യാവശ്യം ലെങ്ത് ഉള്ള സ്കെയിലാണ്. വിചാരിച്ചതിലും വലിയ പൂക്കളം ഇടാൻ പോകുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ബേബീസൊക്കെ എവിടെയാണെന്ന് നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? വേറെ എവിടെ അല്ല, അതാ അമ്മയുടെ മടിയിലുണ്ട്. ഒരാൾ അമ്മയുടെ മടിയിൽ, 2 പേര് നിലത്ത് കളിക്കുന്നു, ഒരാൾ ഉറങ്ങുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആശ്വാസമാണ്. ഇന്ന് അമ്മ കടയും വീടും പിന്നെ അടുക്കളയിലെ മെയിൻ കാര്യങ്ങളും എല്ലാം കൂടെ അമ്മ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂക്കളം ഉണ്ടാക്കാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു. ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇരുന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് ഞൊറിയാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെ. അത്യാവശ്യം നല്ല സമയം പോക്ക് തന്നെയാണ്. പിന്നെ എന്റെ സാന്നിധ്യം പൂക്കളത്തിന്റെ അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ സാമിനെയും പിടിച്ചിട്ട് അതാ പൂക്കളമൊക്കെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാന്. ഞാൻ അവിടെ പിടിച്ച് അവനെയും കൂട്ടി പൂക്കളൊക്കെ എടുത്ത് ഞുറുക്കി കളിക്കുവാണേ. ഇച്ചായനെ കാണുന്നില്ല. ഇച്ചായനെ എവിടെയാന്ന് നോക്കിയപ്പോ സുമാന്റിയും സിംളാന്റിയും കൂടെ ഇപ്പൊ പൂക്കളം ഞെറുക്കാൻ പോയിട്ടുണ്ട്. പൂവിന്റെ അളവ് കുറവായതുകൊണ്ട് ഇച്ചായൻ അത് മേടിക്കാൻ വേണ്ടി പോയേക്കുവാ. ഞങ്ങള് പൂക്കളത്തിന്റെ സ്റ്റാർട്ടിങ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നോറൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോന്നിട്ടുണ്ട്. അവള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പൂക്കളും ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടിട്ട് അവള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ നോറപ്പിച്ച് സിംപിളാന്റിയുടെ മടിയിലിരുന്ന് അത്യാവശ്യം നല്ല നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. പൂക്കളം വരച്ച വള്ളി പിടിച്ചാണ് അവളുടെ ഇപ്പോഴത്തെ കളി. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബേബീസിനെ പൂക്കളുമായിട്ട് ഒരു കോണ്ടാക്ട് വേണ്ടത് തന്നെ തീരുമാനിച്ചതാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഏതൊക്കെ പൂവിൽ എന്തൊക്കെ വിഷാംശം ഉണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇനി അവരെ അത് തൊടിയിച്ച് പ്രശ്നമാവണ്ടെന്ന് ഞങ്ങളും വിചാരിച്ചു. അങ്ങനെ അത്തക്കളത്തിന്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോറക്കൊച്ചി ഇപ്പൊ സിംപിളാന്റിയുടെ മടിയിൽ നിന്ന് ഇച്ചാന്റെ തോളത്തൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. അവർക്ക് കയ്യിൽ ഇപ്പൊ പൂവെടുക്കണം. അതാണ് മെയിൻ കാര്യം. ഏകദേശം പൂക്കളം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇപ്പൊ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സദ്യക്കുള്ള ഇല വേണം. അതിനായിട്ട് ഇച്ചായനും സുമാന്റിയും കൂടെ പറമ്പിലോട്ട് പോവാണേ. അപ്പൊ നമ്മളിത് ഇവിടെ പറമ്പിൽ വന്നിരിക്കുക. സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാനായിട്ട് നമ്മളിതേ വാഴയില അന്വേഷിച്ച് വന്നിരിക്കുക. ചേട്ടൻ ഇല വെട്ടാൻ വേണ്ടി പോയിരിക്കുക. എത്ര പേരുണ്ട്? നമ്മള് എണ്ണണോ? ഏകദേശം ഒരു 10 + 4 4 പിള്ളേരും 4 കുഞ്ഞല്ലേ. പക്ഷെ നമ്മള് പണ്ട് എല്ലാ ഓണത്തിനും നമ്മളിങ്ങനെ പറമ്പിൽ നടന്ന് ആരേലും ഒരാള് പോയി വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ട് ആണ് നമ്മൾ കഴിക്കാറ്. അതിന്റെ ഒരു A6 പേപ്പർ വാഴയിലയിൽ കിട്ടില്ലല്ലോ. നമുക്ക് അടുക്കളയുടെ സെറ്റപ്പ് ഒക്കെ നോക്കാം. ഏകദേശം എല്ലാം
റെഡിയായിരിക്കുവാണ്. അമ്മ ഇവിടെ ഒക്കെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുക്കള. അമ്മ ഓട്ടത്തിലാണ്. ഹാപ്പിയാണോ? ഫുഡൊക്കെ ഇവിടെ കൊണ്ട് വെച്ചോ? എല്ലാം റെഡിയായോ? അത് ശരി. ഇനി ഇല സെറ്റ് ചെയ്യാനുണ്ട്. ഇല ഞാൻ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അത്തക്കള റെഡി ആയിട്ടുണ്ട്. സദ്യക്കുള്ള ഇല വെട്ടി അമ്മ അതാ സദ്യയൊക്കെ ഏകദേശം ഫൈനൽ രീതിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇനിയിപ്പൊ ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളും ബേബീസും ഓണക്കോടി കൊടുത്ത് സെറ്റ് ആവുക എന്നുള്ളതാണ്. എന്റെ വീഡിയോ എടുക്കാൻ ഞാൻ സിമ്പിളിനെ റെഡിയാക്കാം. കണ്ണുപോലെ എഴുതിയിട്ടില്ല. എന്റെ അധികം ഒന്നും എടുക്കാൻ മലയാളി മങ്ക മത്സരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഉടുപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞപ്പോ എല്ലാവരും കൊടുത്തത് ഊർന്നു പോന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങൾ നിറഞ്ഞു കുത്തുന്ന ഭാഗമാണിത്. ഞങ്ങളെ ഫസ്റ്റ് റെഡിയാക്കണം എന്നും പറഞ്ഞ് നോഹയും എസ്രയും ഇപ്പൊ തന്നെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബേബീസിന് വേണ്ടി ഞങ്ങൾ വാങ്ങിയ ഓണക്കോടി. ഞങ്ങൾ ഇനി ആദ്യമേ നോഹക്കുട്ടനെയാണ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അവനാണ് അത്യാവശ്യം ഭയങ്കര വഴക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും ഈ സമയത്ത് ഇവര് ഉറങ്ങുവാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അവനെ ഒന്ന് മുണ്ടുടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബലം പിടിച്ച് ചെയ്യേണ്ട കാര്യമായിരുന്നു. സുന്ദര 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 ചുണ്ടുമാണ് സുന്ദരനാണ്. അടുത്തത് ഞങ്ങള് സാമുക്കുട്ടനെയാണ് റെഡിയാക്കുന്നത്. സുമാന്റെ കേട്ടോ മുണ്ടുടിപ്പിക്കുന്നത്. ആളിന്ന് നല്ല സഹകരണമാണ് കേട്ടോ. നമ്മുടെ പെൺകൊച്ചിന്റെ വളയും കൈ പിടിച്ചിട്ട് അവനൊരു കള്ളച്ചിരിയോട് കൂടി എല്ലാരെയും നോക്കുന്നുണ്ട്. സുന്ദര ശ്യാമുട്ടനാണോ? ഉണ്ണീനെ ഒരുക്കിയില്ലേ? ഉണ്ണീനെ ഒരുക്കിയില്ലേ? ഉണ്ണിന്റെ കുഞ്ഞുടിപ്പ് അവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് എസ്രക്കുട്ടിയെ റെഡിയാക്കാം കേട്ടോ. അവളുടെ കൊച്ചുടുപ്പ് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് കുറച്ചു പാടായിരുന്നു ഞങ്ങൾക്ക് ഇടിയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവളുടെ കുഞ്ഞു വളകളൊക്കെ കയ്യിലോട്ട് കയറ്റാൻ നോക്കിയിട്ട് അവൾ എന്ത് ചെയ്ത കൈ മടക്കി തരുന്നില്ലായിരുന്നേ. അപ്പൊ അവളുടെ ഉടുപ്പ് പിടിച്ച് വലിക്കാൻ വേണ്ടി നോറൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. അവൾക്ക് മാത്രം ഉടുപ്പില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും അവളുടെ വള അവളെടുത്ത് കൈ പിടിച്ചിട്ടുമുണ്ട്. നമ്മുടെ എസ്രക്കുട്ടി നല്ല രസമുണ്ട് ഇന്ന് കാണാൻ വേണ്ടി. ഈ ഉടുപ്പൊക്കെ ഇട്ടപ്പോ തന്നെ അവൾക്ക് ഭയങ്കര ചന്തം. അവളെ സുമാന്റി എടുത്ത് പിടിച്ചു. അതുകൊണ്ട് ഇനിയിപ്പൊ നോറക്കൊച്ചിനെ ഉടുപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ വരേണ്ടി വന്നു. അങ്ങനെ 4 പേരെ റെഡിയാക്കി കഴിഞ്ഞപ്പോ തന്നെ എന്റെ തലമുടിയുടെ കാര്യം ഒരു തീരുമാനമായി. എന്റെ സാരിയും എല്ലാം തന്നെ ഏകദേശം അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നോറക്കൊച്ചി ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ എന്താന്നറിയില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാന്. അവളുടെ കയ്യിലും ഞങ്ങള് വള ഇട്ട് കൊടുത്തു. ആരെങ്കിലും എനിക്ക് തരണം എന്നും പറഞ്ഞായിരുന്നു ഇച്ചായന്റെ മാസ് എൻട്രി. നമ്മുടെ നോറക്കൊച്ചിനെ കൊണ്ട് ഇച്ചായനെ എടുത്ത് പിടിച്ച് ഭയങ്കര ഹാപ്പിയായി. ഞാൻ നോക്കുമ്പോ നോഹക്കൂട്ടം മുണ്ടൊക്കെ പറിച്ച് ടോണിച്ചാച്ചന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എനിക്കും വേണം ഒരാളെന്നും പറഞ്ഞിട്ട് സിമ്പിളാൻറ്റി സുമാൻറ്റിയുടെ കയ്യിൽ നിന്ന് എസ്രക്കുട്ടീനെ മേടിച്ചു പിടിച്ചു. അങ്ങനെ നമ്മുടെ 4 ബേബീസും ഞങ്ങളും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പൊ ഞങ്ങൾക്ക് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടാണ്. നമുക്ക് സദ്യക്ക് മുന്നേ ഫോട്ടോസ് ഒക്കെ എടുക്കാന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഉടുപ്പ് ആകെ അലങ്കോലാവും. ആദ്യം തന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ എടുക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ 4 കൺമണികളെയും പിടിച്ച് ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. ടോണിച്ചാച്ചനാണ് ഫോട്ടോ എടുത്തു തരുന്നത്. സിമ്പിളാൻറ്റി പുറകിൽ നിന്ന് ചെണ്ട കുട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. പിന്നെ വേറൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ പൂക്കളത്തെ പറ്റിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചല്ല. ഞങ്ങൾ ഇതിലും ഒരു ചെറിയ പൂക്കളാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത്. പക്ഷെ ഇത്രയും നല്ല രീതിയിൽ ഈ പൂക്കളം സെറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ. അതുകൊണ്ട് ചാച്ചനും അമ്മയും ഒക്കെ ഞങ്ങളോട് പറഞ്ഞു നമ്മുടെ ബേബീസിന് ഈ പൂക്കളത്തിന്റെ അടുത്തിരുത്തി ഉറപ്പായിട്ട് ഫോട്ടോ എടുക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ 4 പേരെയും പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ കുറച്ച് പാടാണ് എന്നാലും ഒന്ന് സെറ്റ് ചെയ്ത് ഇരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ ക്യാമറയിലോട്ടൊന്ന് ഫേസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഇവരെന്ത് ചെയ്ത് സമ്മതിക്കില്ല. ഇവർക്കിപ്പൊ ആ പൂക്കളം അലങ്കോലാക്കണം. അതേ പോയി പിടിക്കാൻ വേണ്ടിയിട്ട് 4 പേര് നല്ല വഴക്കാണ്. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ കാർന്നോമാരെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാരെയും അവരുടെ ഏൽപ്പിച്ച് അവരുടെയും കൂടെ ഫോട്ടോസ് ഞങ്ങൾ എടുത്തോണ്ടിരിക്കുക കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഇത്തവണ ഉത്രാടവും തിരുവോണവും എല്ലാം മഴയാണ്. നമ്മുടെ നോഹക്കുട്ടിനെ ചാച്ചനെ എടുത്ത് പിടിച്ച് പാട്ടൊക്കെ പാടി കളിപ്പിക്കുകയാണ്.
ഇനി നമുക്ക് ഓണസദ്യ കഴിക്കാം. ഇപ്പൊ സമയം ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഉച്ചയ്ക്ക് കഴിക്കാന്ന് വിചാരിച്ച സദ്യ ഇപ്പതാ വൈകുന്നേരമായിട്ടുണ്ട്. നമ്മുടെ ടോണിച്ചാച്ചനെ 4 കുഞ്ഞിലയില് എല്ലാ കൂട്ടം കറികളും ചോറും പപ്പടും ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനും ഇച്ചായനും ആദ്യം ബേബീസിനെ പിടിച്ച് മുന്നിലിരുന്നു. ചാച്ചനും അമ്മയും എത്തിയിട്ടുണ്ട്. അവരും 2 പേരെ എടുത്ത് പിടിച്ച് ഞങ്ങളാണ് ഇന്ന് സദ്യ കൊടുക്കുന്നത് ബേബീസിന്. ഞങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചോറ് ആദ്യം തന്നെ കുറേശ്ശെ എടുത്ത് വായി വെച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പം നമ്മൾ അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ആദ്യത്തെ ഓണാണല്ലോ, അപ്പൊ അവരുടെ ഇഷ്ടത്തിന് അവർ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ ഫ്രീ ആക്കി മടിയിൽ നിന്ന് നിലത്തോട്ടിരുത്തി. എനിക്ക് ആരും വായി വെച്ച് തരണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാമും നോഹയും പപ്പടം ഒക്കെ പൊട്ടിച്ച് കുറേശ്ശെ വായി വെച്ച് കഴിക്കുന്നുണ്ട്. കൊടുത്തെടുത്ത അവസാനം എന്താ, നമ്മുടെ സാമിന്റെ അരയിലിരുന്ന മുണ്ട് നെഞ്ചത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ബേബീസിന് നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നോറ കൊച്ചാണെങ്കിൽ ഒരു രക്ഷയില്ല, ചോറ് വേണ്ട, അവൾക്ക് പാല് വേണമെന്നും പറഞ്ഞ് മടിയിലിരുന്ന് ഭയങ്കര കരച്ചിലാണ്. ബാക്കിയുള്ളവർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കഴിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറും പപ്പടവും ഒക്കെ വാരി കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല വയറ് നിറച്ച് ചോറൊക്കെ ഉണ്ട്, പാലും കുടിച്ച് അവരെ ഉറക്കിക്കെടുത്തി. ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്തെങ്കിലും കഴിക്കണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ വെച്ച് കഴിക്കാനിരുന്നു. അമ്മ ഇപ്പൊ പറയുന്നുണ്ട് ഇനി എനിക്ക് രാത്രി ഫുഡ് ഒഴിവാക്കി കിട്ടിയല്ലോ. ഇത്രയും തിരക്കിനിടയ്ക്ക് നല്ല സ്വാദുള്ള കറികളും ചോറും എല്ലാം അമ്മ നല്ല ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഓണത്തിന്റെ എല്ലാ ആഘോഷങ്ങളും ഇപ്പൊ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 പേരെയും വെച്ചിട്ട് ഓണം ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു നല്ല ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. എന്താണേലും എല്ലാം നല്ല ഭംഗിയായി കഴിഞ്ഞു. അപ്പൊ എന്റെയും ഇച്ചായന്റെയും ഞങ്ങളുടെ 4 കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെ ഫാമിലിയുടെയും ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു.